ആ കാര്യത്തില് ഞാൻ ഇപ്പൊ പറയുന്നത് കഴിഞ്ഞ സീസണിൽ ജാസ്മിന് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന ഒരു കോംബോയെ ആർക്കും ഇഷ്ടമേ അല്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു പോസിറ്റീവ് പറയുന്ന തന്നെ എന്തോ നീലക്കുറിഞ്ഞി പോക്കുന്ന പോലെയായിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷെ അവരിപ്പോ പുറത്തിറങ്ങിയിട്ട് അവരിപ്പോ ഒരുമിച്ച് വ്ലോഗ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഭയങ്കര പോസിറ്റീവ്. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് അത് ഒന്നാമത്തെ കാര്യം, അവർ രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് ആണ്. സ്വന്തമായിട്ട് എല്ലാ നിലപാടുകളും ആശയങ്ങളും എല്ലാം ഉണ്ട്, നല്ല സ്ട്രോങ് ഒക്കെയാണ്. രണ്ടുപേരും രണ്ടായിട്ട് കളിച്ചിരുന്നെങ്കിൽ സൂപ്പർ ആയേനെ. ഇടയ്ക്ക് അവരുടെ കോംബോ ഉണ്ടല്ലോ മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. പിന്നെ കോൺട്രോവേഴ്സി വന്നു ജാസ്മിനെ വെച്ചിട്ട്. അതായത് ജാസ്മിൻ ഓൾറെഡി ജാസ്മിന്റെ പേഴ്സണൽ കാര്യങ്ങളും ഇതെല്ലാം പ്രശ്നങ്ങളായി. ഒന്നും എല്ലാം സാധാരണ ഓഡിയൻസിനും കുടുംബ പ്രേക്ഷകർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. പക്ഷെ അവര് സത്യം പറഞ്ഞാൽ അവര് റിയൽ ആയിട്ട് അങ്ങ് നിന്ന് അവർക്ക് ആ ഒരു ഇഷ്ടം തോന്നി നിന്നതായിരിക്കാം. പക്ഷെ നമുക്ക് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവര് രണ്ടുപേരും രണ്ടായിട്ട് നിന്നിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ. ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ ജാസ്മിൻ കപ്പടിക്കുമായിരുന്നു. അത് ഉറപ്പാണ്. അതെ.